ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എൻട്രി അടിമുടി മാറിയ പുത്തൻ പുതിയ കോഴ്സുമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഓണത്തിന്റെ കാലത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എനിക്ക് പിന്നാലെ ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ ഇഷ്ട അധ്യാപകരെല്ലാവരും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേറ്ററ്റ് സെറ്റ് പോലുള്ള എക്സാമുകളിലേക്ക് ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് PDF ഫോമിലൊക്കെ അവൈലബിൾ ആവും ഫ്രീ ആയിട്ട്. അതൊരു ഓണ സമ്മാനമായിട്ട് നിങ്ങൾക്ക് എൻട്രി നൽകുന്നതാണ്. അത് അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യം തന്നെ അത് പറഞ്ഞത്. ഇനി സെറ്റ് എക്സാം എന്ന് പറയുന്നത് അടുത്ത മാസം ഇങ്ങോട്ട് വരാറായി അല്ലേ. വർഷത്തിൽ 2 തവണ നടക്കുന്ന എക്സാം ആണ്. അത് തീർച്ചയായിട്ടും ഒക്ടോബർ കാലഘട്ടത്തിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ഡിസംബറിൽ ഡിസംബർ അങ്ങേറ്റം പോയാൽ ജനുവരി എക്സാം നടക്കുന്ന രീതിയിൽ അത് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സെറ്റിന് വേണ്ടി പ്രിപ്പയർ ആവുന്ന ആളുകൾക്ക് ഈ കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് വരാൻ പോവാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. അതായത് ഒരു സീരീസ് ആരംഭിക്കാൻ പോവാണ് നമ്മൾ. സെറ്റിന്റെ ജനറൽ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കറിയാലോ. സെറ്റിന്റെ ജനറൽ പേപ്പർ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പേപ്പർ ആണെന്നും സെറ്റ് ജയിക്കാനായിട്ട് ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് കട്ട് ഓഫ് ആവശ്യമാണ്. 120-ൽ 48 മാർക്ക് വേണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പേപ്പർ വിജയിക്കണമെങ്കിൽ വീണ്ടും 120-ൽ 48 അതിനും വേണം. മാത്രമല്ല ഓവറോള് 115-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണം. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വെച്ചാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ കട്ട് ഓഫ് കടക്കണമെങ്കിൽ 48+ അല്ലെ, 48 എന്തായാലും വേണം. പക്ഷെ അത് മാത്രം മതിയോ? പോരാ, രണ്ടും കൂടി ചേരുമ്പോ കടന്നുകൂടാനുള്ളത് കൂടി നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 10-25 മാർക്ക് കൂടി ഈ മേഖലയിൽ എക്സ്ട്രാ പിടിക്കണം നമുക്ക് ജനറൽ പേപ്പറിനകത്ത്. സാറിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല ജനറൽ പേപ്പർ തന്നെയാണ്. സബ്ജക്റ്റിനേക്കാളും PG ലെവൽ സബ്ജക്റ്റ് ആണ്. അതിൽ മാസ്റ്റർ ആണെങ്കിൽ അതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇതിൽ മിനിമം 48 മാർക്കിൽ നേടിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഞാനിത് പറഞ്ഞത്, ഈ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ള ഈ ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 മാർക്ക് BEd കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും 60 മാർക്ക് ജനറൽ ആയിട്ടുള്ള ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും ഒക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അറിയില്ലെങ്കിൽ അറിയണം. അതില് ഈ ജനറൽ പേപ്പറിലെ 120 ചോദ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിങ് എടുക്കുകയാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന 2021-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ 2021-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സമഗ്രമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളെല്ലാം വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോകാനുള്ള അവസരം ഒരുക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെ. അപ്പൊ ഇവിടെ ഈ 60 ചോദ്യങ്ങൾ, ആദ്യത്തെ 60 ചോദ്യങ്ങളാണ് എന്റെ ഏരിയ. അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും സൈക്കോളജിയും ഫിലോസഫിയും ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മുടെ കമ്മീഷൻസും റിപ്പോർട്ട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 60 ക്വസ്റ്റ്യൻസ്. അതിൽ ഞാൻ എടുക്കുന്നത് ശരിക്കും 58 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും കേട്ടോ. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇതിൽ ഒരു 2 കുറവുണ്ടല്ലേ. ആ 2 ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് സോഷ്യലിന്റെ ഭാഗമായിട്ട് എനിക്ക് പിന്നാലെ കാവ്യ മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സോഷ്യലിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ സോഷ്യലിന്റെ ക്വസ്റ്റ്യൻസ് മിസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് രഞ്ജിത്ത് സാറ് ഇതിനകത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു തരും. അതിനുശേഷം അനീസ മിസ് നിങ്ങൾക്ക് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു തരും. അതിനുശേഷം വീണ്ടും ഞാൻ വരും. അപ്പോ നിങ്ങൾക്ക് സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 120 ക്വസ്റ്റ്യൻസ് ഏതെല്ലാം മേഖലകളിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും ഒരു ഡെമോ പോലെ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാനും പഠനം ഉഷാറാക്കാനും ഈ വരുന്ന വീഡിയോ സീരീസ് നിങ്ങൾക്ക് സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ സെറ്റ് ആക്കാനായിട്ട് എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് ഫുൾ സപ്പോർട്ട് സിസ്റ്റമായിട്ട് എൻട്രിയിൽ എല്ലാ അധ്യാപകരും നിങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. എന്താണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ ഈ ചോദ്യത്തെ ഓരോ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിൽ നിന്ന് എത്ര ചോദ്യം വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മേഖലയിലെ ക്വസ്റ്റ്യൻസിനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന്റെ ഡിവിഷൻ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഫിലോസഫിയുടെ ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് മൊത്തം 7 ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, മെത്തഡോളജി എന്നൊക്കെയുള്ള ഭാഗത്ത് നിന്ന് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു. സൈക്കോളജിയിൽ നിന്ന് 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു. ഏറ്റവും കൂടുതൽ ചോദിച്ചത് സൈക്കോളജി തന്നെയായിരുന്നു. ഇവാലുവേഷൻ, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷനിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുള്ളൂ.
പിന്നെ കമ്മീഷൻ റിപ്പോർട്ടുകളും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 7 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. ദെൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് 12 ക്വസ്റ്റ്യൻസ് വന്നു. ദെൻ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 4 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 58 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. മുഴുവൻ കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ മേഖലകളുടെ പ്രാധാന്യം, ഓരോ മേഖലകളിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡെപ്തിൽ ചോദിക്കും, എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7 ചോദ്യങ്ങൾ ഫിലോസഫിയാണ്. നിങ്ങൾക്ക് എത്ര ഫിലോസഫി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ട്രൂ എഡ്യൂക്കേഷൻ മസ്റ്റ് കറസ്പോണ്ട് ടു ദ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് ഓർ ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി ഗ്രോത്ത്. ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദ്യം. കോട്സ് വെച്ചിട്ട്, ഒന്നിൽ കൂടുതൽ കോട്സ് വെച്ചിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 അങ്ങനെ ഉണ്ട്. ഇത് ആരുടെയാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണോ, മഹാത്മാഗാന്ധിയുടെ ആണോ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ആണോ, സ്വാമി വിവേകാനന്ദന്റെ ആണോ? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാം, എങ്കിലും 1-2 പ്രാവശ്യം കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓർത്തിരിക്കാന്ന്. ട്രൂ എഡ്യൂക്കേഷൻ മസ്റ്റ് കറസ്പോണ്ട് ടു ദ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് ഓർ ഇറ്റ് ഈസ് നോട്ട് ഹെൽത്തി ഗ്രോത്ത്. ചുറ്റുപാടുകൾ അല്ലെ, നമ്മുടെ അടുത്തുള്ള ലോകത്തെക്കുറിച്ചൊക്കെ പഠിക്കണം, അതിനുതകുന്നതായിരിക്കണം. ഏതാണ്, ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണത്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ശരിയാക്കിയോ നിങ്ങൾ തന്നെ വിലയിരുത്തുക. എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് എണ്ണി വെച്ചോട്ടോ. അടുത്ത ചോദ്യം, എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ വേൾഡ്, എഡ്യൂക്കേഷൻ ചേഞ്ചസ് പീപ്പിൾ, പീപ്പിൾ ചേഞ്ചസ് ദ വേൾഡ്, ചേഞ്ച് ദ വേൾഡ്. ആരുടെ വാക്കുകളാണ്? വീണ്ടും ഒരു കോട്ട് തന്നിരിക്കുകയാണ് അല്ലെ. പ്ലേറ്റോ, ജോൺ ഡൂയി, പൗലോ ഫ്രയർ, അരിസ്റ്റോട്ടിൽ. ഞാൻ ഈ ഓപ്ഷനിൽ കാണിച്ച പേരുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ LBS സെന്റർ വിശദമായിട്ടുള്ള സെറ്റിന്റെ സിലബസ് വന്നിട്ടുണ്ട്. ആ സിലബസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കേഴ്സ്, ഫിലോസഫേഴ്സിന്റെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരിലൂടെ തന്നെയാണ്, അവരുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടുകളിലൂടെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആ ആളുകളെ ഡെപ്തിൽ പഠിക്കണം, ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഇതാരുടെയാണ്? എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ വേൾഡ്, ചേഞ്ചസ് പീപ്പിൾ, പീപ്പിൾ ചേഞ്ചസ് വേൾഡ് എന്ന് പറയുന്നത് പൗലോ ഫ്രയറുടെ ഫേമസ് ആയിട്ടുള്ള സെന്റൻസ് ആണ് എന്നുള്ള ഓർത്തിരിക്കാം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദ എഡ്യൂക്കേഷണൽ ഫിലോസഫി വിച്ച് സപ്പോർട്ട്സ് ദ കോൺസെപ്റ്റ് വാല്യൂ are absolute and unchanging. Educational philosophy which supports the concept values are absolute and unchanging. ഏതാണ്? നാച്ചുറലിസം, ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം. വാല്യൂസ് ആർ അബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇസങ്ങളെല്ലാം ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്, സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലിസത്തിന്റെ കോർ എന്താണെന്നും, ഐഡിയലിസത്തിന്റെ കോർ എന്താണെന്നും, റിയലിസത്തിന്റെയും പ്രാഗ്മാറ്റിസത്തിന്റെയും കോർ എന്താണെന്നും പഠിച്ചു വെക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ പറ്റും. വാല്യൂ ആർ അബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചിങ്. അത് ആരുടെ? ഐഡിയലിസത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. പ്രകൃതി, ചുറ്റുപാട്, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, പ്രായോഗികവാദം എന്നൊക്കെ മലയാളത്തിൽ പറയും. റിയലിസം, യാഥാർത്ഥ്യവാദം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓരോ വാക്കുകളും വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോന്നിനെയും വിശദമായിട്ട് പോകാൻ പോയി കഴിഞ്ഞാൽ 58 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടും. വളരെ ഡെപ്തിൽ തന്നെ നമുക്ക് അവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇവിടെ ഐഡിയലിസം ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, the branch of philosophy which examine the fundamental nature of reality, including the relationship between mind and matter, between substance and attribute, and between potentiality and actuality. ഇത് വായിച്ചു വരുമ്പോൾ തന്നെ ആ ഫിലോസഫിയുടെ ബ്രാഞ്ച് ഏതാണെന്ന് മനസ്സിലാക്കണം. ഫിലോസഫിയുടെ ബ്രാഞ്ചുകൾ എപ്പിസ്റ്റമോളജി, എസ്തെറ്റിക്സ്, ലോജിക്ക്, മെറ്റാഫിസിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റാ. അപ്പോ മൈൻഡ് ആൻഡ് മാറ്റർ, സബ്സ്റ്റൻസ് ആൻഡ് ആട്രിബ്യൂട്ട്, പൊട്ടൻഷ്യാലിറ്റി ആൻഡ് ആക്ച്വാലിറ്റി, ഇതൊക്കെ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നത് മെറ്റാഫിസിക്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. മനസ്സിലായോ? ഫിലോസഫിയിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് കൺസെപ്റ്റുകൾ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആ മേഖലകളെ നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ഈ ഭാഗത്തൊക്കെ റിപ്പീറ്റ് അടിച്ച എല്ലാ വർഷങ്ങളിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദ ഫിലോസഫിക്കൽ സിസ്റ്റം വിച്ച് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് എവരിതിങ് ഈസ് ഇൻ റിയാലിറ്റി സ്റ്റെംസ് ഫ്രം പുരുഷ ആൻഡ് പ്രകൃതി. പുരുഷ, പ്രകൃതി, ഈ വാക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു പോകുന്ന സമയത്ത് പുരുഷ, പ്രകൃതി, ഈ പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എവരിതിങ് ഈസ് റിയാലിറ്റി സ്റ്റെംസ് ഫ്രം പുരുഷ ആൻഡ് പ്രകൃതി എന്ന് പറയുന്ന ആശയം പറഞ്ഞത് ഏതാണ്? ഏത് ഫിലോസഫിക്കൽ സിസ്റ്റമാണ്? സാഖ്യ, ന്യായ, മീമാംസ, വേദാന്ത. ഏതായിരുന്നു? തീർച്ചയായിട്ടും അത് സാഖ്യയാണ്. സാഖ്യയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. സാഖ്യ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അടുത്തത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ബിഎഡിന്റെ കാലത്ത്, വിച്ച് അമോങ് ദ ഫോളോവിംഗ് ഡസ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദ നോബിൾ 8-fold പാത്ത് ഓഫ് ബുദ്ധിസം. നോബിൾ 8-fold പാത്തിൽ വരാത്തത്, നോട്ട് ഫ്രം എ പാർട്ട് ഓഫ്, നോട്ട് ഫോം എ പാർട്ട് ഓഫ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അതിന്റെ ഭാഗമല്ലാത്തത്. റൈറ്റ് ലിവ്ലിഹുഡ്, റൈറ്റ് എഫോർട്ട്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ഡയറക്ഷൻ. ഇതിൽ ഒരെണ്ണം അതിനകത്ത് വരുന്നില്ല. 8-fold പാത്ത് ഇമ്പോർട്ടന്റ് ആണ്. 8-fold പാത്ത് എന്ന് പറയുന്നത്
ബുദ്ധിസത്തിലെ അതിൽ വരാത്തത് റൈറ്റ് ഡയറക്ഷൻ അതിനകത്ത് വരുന്നില്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അടുത്ത വാല്യൂ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ദ എഫക്റ്റീവ് സ്ട്രാറ്റജി ടു ഇംപാർട്ട് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ത്രൂ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ സ്പിരിച്വൽ ടെക്സ്റ്റ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് റിഫ്ലക്റ്റീവ് സെഷൻ ഓൺ വാല്യൂസ്, കണ്ടക്ടിങ് സെമിനാർ ഓൺ വാല്യൂസ്, ഡിസ്കോഴ്സ് ഓൺ വാല്യൂസ്. ഡിസ്കോഴ്സസ് ഓൺ വാല്യൂസ് ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? വാല്യൂ എഡ്യൂക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് ഇമ്പാർട്ട് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി ഏതായിരിക്കും? വായിക്കുമ്പോൾ തന്നെ കിട്ടുമല്ലോ, ഓപ്ഷൻ ബി അല്ലേ. അതായത് വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനും റിഫ്ലക്റ്റീവ് സെഷനുള്ള അവസരം കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും എഫക്റ്റീവ്. ഇതൊക്കെ ലോജിക്കലി നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്ന ഏരിയയാണ്. അപ്പോൾ 7 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ആ 7 ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തൂ. ഇതുപോലെ എത്രയോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ വിലയിരുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും ഫോക്കസ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സുകൾ ഒരുക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് പൂർണ്ണമായ ഡിസ്കഷൻ നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാവുകയും ചെയ്യും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. 3 ക്വസ്റ്റ്യൻസ് സോഷ്യോളജി ഉണ്ട്. 3 ക്വസ്റ്റ്യൻസ് അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഓരോ മേഖല തിരിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർഡറിലല്ല കേട്ടോ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡറിലാക്കി എടുത്തിരിക്കുന്നതാണ്. കൾച്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ഓർ പീപ്പിൾ ബൈ അഡാപ്റ്റിംഗ് ടു ഓർ ബോറോയിങ് ട്രേറ്റ്സ് ഫ്രം അനദർ കൾച്ചർ ഈസ് നോൺ ആസ്. അതിനകത്ത് തന്നെ ഉണ്ട് കൾച്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓർ പീപ്പിൾ. മറ്റൊരു ഇതിൽ നിന്ന് നമ്മൾ കൾച്ചറൽ മോഡിഫിക്കേഷൻ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതിന് എന്താണ്? കൾച്ചറൽ ആകുന്നാണോ, കൾച്ചറൽ പ്ലൂറലിസം എന്നാണോ, അസിമിലേഷൻ എന്നാണോ, അക്കൾച്ചറേഷൻ എന്നുള്ളതാണോ പറയുന്നത്? ഏതാണ്? ഇത് വളരെ വ്യക്തമായിട്ട് ആ സിലബസിൽ എടുത്തു പറയുന്ന ഒരു വേർഡാണ്. അവിടുത്തെ ആൻസർ ആ ഓപ്ഷൻ ഡി തന്നെയാണ്. അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന വേർഡാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സാധനം നോക്കാം നമുക്ക്. സോഷ്യോളജിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എ കൈൻഡ് ഓഫ് സോഷ്യൽ ഡിഫറൻസിയേഷൻ വെയർ ബൈ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു സോഷ്യൽ എക്കണോമിക് ബേസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ജോബ്, വെൽത്ത്, സോഷ്യൽ സ്റ്റാറ്റസ്, പവർ ഓർ ഇൻകം ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ഇൻഈക്വാളിറ്റി, സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ ചേഞ്ച്. ഇതേതാണ് ഈ സോഷ്യൽ ഡിഫറൻസിയേഷൻ? ഈ ഒരു പറഞ്ഞിരിക്കുന്ന പോയിന്റ് സോഷ്യൽ എക്കണോമിക് ബേസിസിലും ജോബും വെൽത്തും സോഷ്യൽ സ്റ്റാറ്റസും പവറും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നതിന് പറയാം. പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ട് സോഷ്യോളജിയിലെ. ആ വാക്കുകൾ തന്നെ ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ചുമ്മാ പോയി കറപ്പിക്കുമ്പോഴാണ് അത് കിട്ടാതെ പോകുന്നത്. ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മറക്കത്തില്ല. ആ മീനിങ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ മീനിങ് എന്താണ് എന്ന് ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഓർമ്മയിലുണ്ടാവുമല്ലോ. ഇനി എന്ന് ഈ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ മീൻസ് ക്രിയേറ്റിംഗ് വൺസ് ഓൺ സോഷ്യൽ നോംസ്, റെസ്പെക്ടിങ് എൽഡേഴ്സ് ഇൻ സൊസൈറ്റി, അഡാപ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു സോഷ്യൽ എൻവയോൺമെന്റ്, ഓൾവേസ് ഫോളോവിങ് സോഷ്യൽ നോം. വീണ്ടും സോഷ്യോളജിയിലെ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യലൈസേഷൻ എന്നാൽ വായിക്കുമ്പോൾ തന്നെ അല്ലേ ഓപ്ഷൻ സി, അഡാപ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു സോഷ്യൽ എൻവയോൺമെന്റ്. അതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുക. ആ വേർഡ് മീനിങ് അറിയാമെങ്കിൽ ആൻസർ എഴുത്തില്ലേ? ഞാൻ പറയുന്നു 3ൽ 3 ശരിയാക്കാമായിരുന്നു. സോഷ്യോളജിയുടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് 3ഉം ശരിയാക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ നിന്ന് എത്രയൊക്കെ ക്വസ്റ്റ്യൻ വന്നു, അതെങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ലെവലിലുണ്ടോ, നിങ്ങൾ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോഷ്യോളജിയിൽ നിന്ന് പഠിക്കണമെങ്കിൽ ആ വേർഡുകളുടെ മീനിങ് അറിഞ്ഞാൽ തന്നെ ആൻസർ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ വർഷം. നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന്. എ ടീച്ചിങ് അപ്രോച്ച് വിച്ച് അറ്റംപ്റ്റ്സ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ചലഞ്ച് ഡോമിനേഷൻ ആൻഡ് ദ ബിലീഫ് ആൻഡ് പ്രാക്ടീസ് ദാറ്റ് ഡോമിനേറ്റ്. എന്താണ്? ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണോ, ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ആണോ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആണോ, ക്രിട്ടിക്കൽ പെഡഗോഗി ആണോ, ഡിഡക്റ്റീവ് അപ്രോച്ച് ആണോ? അതായത് ക്വസ്റ്റ്യൻ ചെയ്യാനും ചലഞ്ച് ചെയ്യാനും നിലവിലുള്ള വിശ്വാസങ്ങളെയും പ്രാക്ടീസിനെയൊക്കെ ചോദിക്കാനൊക്കെയുള്ള അവകാശം കിട്ടുന്നത് ഏതിലായിരിക്കും? തീർച്ചയായിട്ടും അത് ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. ക്രിട്ടിക്കൽ പെഡഗോഗി പലതരത്തിലുള്ള പെഡഗോഗിയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ മീനിങ് വെച്ചിട്ട് തന്നെ ക്രിട്ടിക്കൽ പെഡഗോഗി അല്ലേ, ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം. ഇൻഡക്റ്റീവ് അപ്രോച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവും എക്സാമ്പിളുകളിൽ നിന്ന് കോമൺ ആയിട്ടുള്ളതിലേക്ക് വരുന്നത്, കോമൺ ആയിട്ടുള്ള ഒരു തിയറിയിൽ നിന്ന് എക്സാമ്പിളുകളിലേക്ക് പോകുന്നത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് കണ്ടെത്തൽ പഠനം എന്നാ പറയാം, കണ്ടുപിടിച്ച് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന രീതിയാണ്. പക്ഷെ ഇത് ക്രിട്ടിക്കൽ പെഡഗോഗി, നമുക്ക് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കയറി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓപ്ഷനിൽ കാണുന്ന എല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മേഖലയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം ആ മേഖലയിൽ നിന്ന്. എ ടീച്ചർ ഹോൾഡിംഗ് എവരി ലേണർ
വിത്ത് റെസ്പോൺസിബിലിറ്റീസ് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഈസ് ടീച്ചർ അക്കൗണ്ടബിലിറ്റി, ടീച്ചർ കോമ്പിറ്റൻസി, ടീച്ചർ കേപ്പബിലിറ്റി, ടീച്ചർ എത്തിക്സ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്, ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ, ടീച്ചറിന്റെ ക്വാളിറ്റി, ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ വളരെ പ്രധാനമായിട്ട് സിലബസിൽ പറയുന്ന ഒരു മേഖലയുണ്ട്. പക്ഷെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക കോമ്പിറ്റൻസി ആണോ, കേപ്പബിലിറ്റി ആണോ, എത്തിക്സ് ആണോ, ഇതൊന്നുമല്ല. പിന്നെ ഏതാ? അക്കൗണ്ടബിലിറ്റി ആണ്. ടീച്ചറുടെ അക്കൗണ്ടബിലിറ്റി ആണ് അവിടെ മീൻ ചെയ്യുന്നത്. വായിക്കുന്ന ആ മീനിങ് വെച്ചിട്ട് ആൻസർ എഴുതാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കുറേയേറെ ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ക്വിസും മോക്ക് എക്സാംസും എല്ലാം അറ്റൻഡ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എൻട്രിയിൽ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ പുതുക്കിയ മുഖമാണ് എൻട്രിയുടെ സെറ്റ് കോച്ചിങ്ങിനുള്ളത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊഫിഷ്യൻസി ഇൻ ടീച്ചിങ് ഹാസ് ടു ബി ജഡ്ജ്ഡ് ഇൻ ടേംസ് ഓഫ് completion of syllabus in time, use of innovative teaching aids, learning outcome of students, classroom interaction. Proficiency in teaching എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? സിലബസ് തീർക്കുന്ന വഴിയാണോ, ഇന്നോവേറ്റീവ് ടീച്ചിങ് എയ്ഡ്സിലൂടെയാണോ, ക്ലാസ് റൂം ഇന്ററാക്ഷനിലൂടെയാണോ? അല്ല, ലേണിംഗ് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് മനസ്സിലാക്കുന്നതിലൂടെയാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ബി എഡിന് പഠിച്ച കൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ ഇരുത്തി ചിന്തിച്ച് ആ 120 മിനിറ്റ് 120 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്താൽ ജനറൽ പേപ്പർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കടന്നുകൂടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈൽ ടേക്കിംഗ് ക്ലാസ് ഇഫ് എ സ്റ്റുഡന്റ് മേക്ക് ഡിസ്റ്റർബൻസ് എ ടീച്ചർ ഷുഡ്. നല്ലൊരു അധ്യാപകനായിട്ട്, നല്ലൊരു അധ്യാപികയായിട്ട് ഇരുന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. പണിഷ് ദ സ്റ്റുഡന്റ് ഇമ്മീഡിയറ്റ്ലി ആണോ? പണിഷ് ചെയ്യാണോ? നിങ്ങൾ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യുന്നുള്ളതല്ല കേട്ടോ, ശരിക്കും നിങ്ങൾ നല്ല അധ്യാപകനാണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. Ignore the student and continue teaching. Stop the class for a few minutes and remain silent. Give special attention to the student and motivate him. വായിച്ചു നോക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. നല്ല അധ്യാപകനാണ്, നല്ല അധ്യാപകൻ ഒരെണ്ണം സെലക്ട് ചെയ്യുള്ളത് ഓപ്ഷൻ ഡി ആ. ഗീവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ സ്റ്റുഡന്റ് ആൻഡ് മോട്ടിവേറ്റ് ഹിം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അടുത്ത സാധനം നോക്കാം. ടീച്ചേഴ്സ് പ്രൈമറി ഡ്യൂട്ടി ഈസ്. കണ്ടോ, അധ്യാപകർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 8 ക്വസ്റ്റ്യൻസ് അവിടെ വന്നു ഞാൻ പറഞ്ഞു. 8ൽ 8 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് പോകും. To raise intellectual standard of students, to improve physical standard of students, to help all-round development of students, to give more and more homework to the student. എന്താണ് ടീച്ചറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി? പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് അതായത് എന്തായിരിക്കും? ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് അല്ലേ? ബാക്കി എല്ലാം അതിന്റെ ഭാഗമായിട്ടൊക്കെ വരുമായിരിക്കും. പക്ഷെ അതല്ലല്ലോ. ടീച്ചറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഓൾ റൗണ്ട് എല്ലാ തരത്തിലുള്ള വികാസവും കുട്ടിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The teacher-student communication is most often conferential, spurious, critical, utilitarian. വേർഡ് മീനിങ് അറിയാമെങ്കിൽ ആൻസർ കിട്ടും. ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? അവിടെ യൂട്ടിലിറ്റേറിയൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫൺ യൂട്ടിലിറ്റേറിയൻ ആയിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. The use of teaching aid is justified on the grounds of attracting students' attention in the classroom, minimizing discipline problem in the classroom, optimizing learning outcome of students, effective engagement of students in learning task. അപ്പോ എന്തായിരിക്കും ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുക? യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് എന്തായിരിക്കും അവിടുത്തെ മോസ്റ്റ് സ്യൂട്ടബിൾ? ഒപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് ആണ്. ലേണിംഗ് ഔട്ട്കം തന്നെയാണ് നമ്മുടെ അവിടുത്തെ ലക്ഷ്യമായിട്ട് വരിക. അപ്പൊ അതെല്ലാം ടീച്ചിങ് മെത്തേഡ്സും അതിന്റെ ഉദ്ദേശങ്ങളും അതിന്റെ റിസൾട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എബിലിറ്റീസ് ഓഫ് പോസിറ്റീവ് ആൻഡ് അഡാപ്റ്റീവ് ബിഹേവിയർ ദാറ്റ് എനേബിൾ ഹ്യൂമൻസ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ ഡിമാൻഡ്സ് ആൻഡ് ചലഞ്ചസ് ഓഫ് ലൈഫ് ആർ ടീച്ചിങ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, ലൈഫ് സ്കിൽ, ഇമോഷണൽ സ്കിൽസ്. ആ വേർഡ് ശരിക്കും ആ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കിടപ്പുണ്ടത്. ചലഞ്ചസ് ഓഫ് ലൈഫിനെ അതിനെ ആ ഇങ്ങനെ ചലഞ്ചസിനെ എല്ലാം ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ച് നിൽക്കാനുള്ള മനുഷ്യന്റെ ആ കഴിവിനെ ലൈഫ് സ്കിൽ എന്നല്ലേ പറയാ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ടീച്ചിങ് ആറ്റിറ്റ്യൂഡും ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള മെത്തഡോളജിയും അതിൽ നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കുക. അപ്പൊ 18 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി കോർ ഏരിയ ആണ് വരാൻ പോകുന്നത് കേട്ടോ. 16 ക്വസ്റ്റ്യൻസ് വന്ന മേഖലയാണ്. 16 ക്വസ്റ്റ്യൻസ്, അതായത് ജനറൽ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷൻ ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. ഇവിടം തൊട്ട് എത്ര എണ്ണം 16ൽ എത്ര എണ്ണം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ആരാണ് ഫാദർ ഓഫ് ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി എന്നറിയപ്പെടുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, കാൾ റോജർ ആണോ, എബ്രഹാം മാസ്ലോ ആണോ,
ആക്സലിൻ ആണോ? ആക്സലിൻ ആണോ? വെർജീനിയ ആക്സലിൻ ആരാണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേര് തന്നെ ആയിരിക്കും പഠിച്ചു വന്നപ്പോൾ. കാൾ റോജർ ആണ്. കാൾ റോജർ. ക്ലൈന്റ് സെന്റേഡ് തെറാപ്പി, കാൾ റോജേഴ്സ്. മറക്കരുത് കേട്ടോ, ആ പേര് ഓർത്തിരുന്നോളം. ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡും മാസ്ലോ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ക്ലൈന്റ് സെന്റേഡ് തെറാപ്പി ഇവരുടെയൊക്കെ പേരുകൾ ആവർത്തിച്ച് സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സൈക്കോളജി ഭാഗത്ത് നിന്ന് വരാറുള്ളതാണ്. ബിഹേവിയർ ദാറ്റ് ഈസ് ഡ്രൈവൺ ബൈ ഇന്റേണൽ റിവാർഡ്സ് ഈസ് നോൺ ആസ്. ഇന്റേണൽ റിവാർഡ്സ് വായിക്കുമ്പോൾ ആ വേർഡ് കിട്ടണം. പ്രൈമറി മോട്ടിവേഷൻ ആണോ, ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണോ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണോ, സെക്കൻഡറി മോട്ടിവേഷൻ ആണോ? ഇന്റേണൽ റിവാർഡ് എന്ന് പറയുമ്പോൾ അത് ഇൻട്രൻസിക് ആണ്. ഉള്ളിൽ നിന്നുള്ള ആത്മസംതൃപ്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പുറത്തുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, എക്സ്റ്റേണൽ റിവാർഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. വളരെ പ്രാധാന്യത്തോടുകൂടി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖല തന്നെയാണ് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദ തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, SI മോഡൽ, ഗാർട്ട്നർ, ഗിൽഫോർഡ്, സ്പിയർമാൻ, തേഴ്സ്റ്റൺ. ആരാണ് ഇന്റലിജൻസ് തിയറിയിൽ SI മോഡൽ എന്ന് പറയുന്നത്? ആരുമായി ബന്ധപ്പെട്ടാണ്? തീർച്ചയായിട്ടും ഗിൽഫോർഡിന്റെ SI മോഡൽ. അപ്പൊ തിയറികൾ പ്രപ്പോസ് ചെയ്ത സൈക്കോളജിസ്റ്റുകൾ അവരുടെ തിയറിയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ചോദിക്കും. ഇമ്പോർട്ടൻ്റാ. ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. പഠിക്കണം. പഠിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ജനറൽ പേപ്പറിൽ നിന്ന് പരമാവധി സ്കോർ ചെയ്തെടുക്കുകയും സെക്കൻഡ് പേപ്പറിൽ നിന്ന് 48 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ സെറ്റ് എന്ന് പറയുന്ന കടമ്പ കടന്നു പോകാനായിട്ട് സാധിക്കും. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ആര് മുമ്പോട്ട് വെച്ച ആശയമാണ്? ജെറോം എസ് ബ്രൂണർ ആണോ, ജീൻ പിയാഷെ ആണോ, ഡേവിഡ് അസ്വൽ ആണോ, റോബർട്ട് ഗാഗനെ ആണോ? ചില വാക്കുകൾ കാണുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ പേരുകൾ, ആ വ്യക്തികളുടെ പേരുകൾ കൂടി പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് കാണുമ്പോൾ തന്നെ അസുബലിന്റെ പേര് ഓർക്കണം. ഡേവിഡ് അസുബലിന്റെ പേര് നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. അഡ്വാൻസ് ഓർഗനൈസർ ഡേവിഡ് അസുബൽ. അടുത്ത നോക്കാം. ദ ടെൻഡൻസി ഓഫ് എ ചൈൽഡ് ഇൻ ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്പറേഷണൽ സ്റ്റേജും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജും ഒക്കെ നിങ്ങൾ സൈക്കോളജി പ്രധാനമായിട്ടും പഠിക്കുന്ന. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ വിച്ച് ഇൻഫറൻസസ് മൂവ് ഫ്രം പർട്ടിക്കുലർ സിറ്റുവേഷൻ ടു പർട്ടിക്കുലർ ആസ്പെക്ട് ഈസ് ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്, ക്രിട്ടിക്കൽ റീസണിങ്, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഇൻഫറൻസസ് മൂവ് ഫ്രം പർട്ടിക്കുലർ സിറ്റുവേഷൻ ടു പർട്ടിക്കുലർ ആസ്പെക്റ്റിലേക്ക് വരുന്നത്? അതിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. അത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വേണമെങ്കിൽ ഒന്ന് പഠിച്ച് അത്ര തിയറി കറക്റ്റായിട്ട് അറിയുന്ന, അല്ല വാക്ക് അറിയുന്ന ആൾക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് ഡൗട്ട് അടിച്ച് പോകുന്നതാണ്. പക്ഷേ ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ, പർട്ടിക്കുലർ സിറ്റുവേഷൻ ടു പർട്ടിക്കുലർ ആസ്പെക്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്നത് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. എ സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് കോസസ് എ പേഴ്സൺ ടു depict a response to any situations in one way or another is personality trait, personality type, personality factors, personality determinants. Stable characteristic that causes a person to depict a response to any situation. എന്തായിരിക്കും ആ ഒരു സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സിനെ അറിയപ്പെടുന്ന ഏതായിരിക്കും? ട്രൈറ്റ് തിയറിയുടെ ആൻസറിൽ ട്രൈറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ട്രൈറ്റ്, പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ ടാസ്ക് ദാറ്റ് arises at or about a certain period in life in which the unsuccessful achievement of which leads to inability to perform tasks associated with the next stage in life is emotional task, cognitive task, psychological task, developmental task. ഒരു സ്റ്റേജിൽ പറ്റാതെ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് ഡെവലപ്മെന്റൽ ടാസ്കാ. ഇമ്പോർട്ടൻ്റാ. പഠിക്കുന്ന സൈക്കോളജിയിൽ ആ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾ പഠനത്തിൽ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഊഹിച്ചെഴുതാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ. Which of the following assessment tools of personality is a projective tool? Projective techniques, non-projective techniques important സൈക്കോളജി പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, സൈക്കോളജി പഠനത്തിന് വേണ്ടിയിട്ട്. കാലിഫോർണിയ ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, GATB, TAT, ഡ്രോ എ മാൻ ടെസ്റ്റ്. ഇതിലേതാ പ്രൊജക്റ്റീവ് ടൂള്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ടൂളാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, CAT. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഒക്കെ വേറെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖല തന്നെയാണത്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 സ്കിന്നറും പാവ്ലോവും തോണ്ടയ്ക്കും ബ്രൂണറും ഒക്കെ കിടപ്പുണ്ട്. ഇപ്പുറത്ത് അവരുടെ തിയറീസ് കിടപ്പുണ്ട്. ട്രയൽ ആൻഡ് എറർ, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആരുടേതാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ് നിങ്ങൾ മറക്കാൻ വഴിയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്കിന്നറും പാവ്ലോയും തമ്മിൽ മാറിപ്പോകരുത്. സ്കിന്നറും പാവ്ലോയും. ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ്,
ട്രയൽ ആൻഡ് എറർ ഈ തിയറികളൊക്കെ പഠിക്കുമ്പോൾ ആ ആൾക്കാരുടെ പേര് അതിന്റെ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കണം മനസ്സിൽ. എപ്പോഴും ആവർത്തിക്കുന്ന ആൾക്കാരാ. വളരെ സിമ്പിൾ. ഏതെങ്കിലും ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വഴി തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എലിമിനേഷൻ മെത്തേഡ് വഴി എങ്ങനെയാ? പാവ്ലോ എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് അറിയാം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ആളാണ്. B4 വരുള്ളൂ. അപ്പൊ തന്നെ ഉത്തരായി. അപ്പൊ തന്നെ ഉത്തരായി. ഓപ്ഷൻ ബി ആ. കണ്ടോ? C1 വരുള്ളൂ. അത് ആരാ? ട്രയൽ ആൻഡ് എറർ തോണ്ടയ്ക്ക്. ദെൻ സ്കിന്നറുടെ ഒപ്പാരൻ കണ്ടീഷനിങ്. ദെൻ ബ്രൂണറുടെ ആരാ? കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ? എങ്ങനെ തെറ്റിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരെണ്ണം അറിയാമെങ്കിൽ പോലും അതിന്റെ ഉത്തരം കിട്ടും. എ പ്രീ ഡിസ്പോസിഷൻ ടു റെസ്പോണ്ട് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ടുവേർഡ്സ് ആൻ ഐഡിയ, ഒബ്ജക്ട്, പേഴ്സൺ ഓർ സിറ്റുവേഷൻ. ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്. ഏതിന്റെ ഡെഫിനിഷനാണ്? പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ടുവേർഡ്സ് ഐഡിയ, ഒബ്ജക്ട്, പേഴ്സൺ ഓർ സിറ്റുവേഷൻ. അതായതാണ് പ്രീ ഡിസ്പോസിഷൻ ടു റെസ്പോണ്ട് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി. തീർച്ചയായിട്ടും അത് ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ആറ്റിറ്റ്യൂഡ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ അമോങ് ദ ഫോളോവിംഗ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് സൈക്കോളജി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്. അതിലേതാണ് ഒരെണ്ണം അപ്ലൈഡ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്? ഡെവലപ്മെന്റൽ സൈക്കോളജി ആണോ? എഡ്യൂക്കേഷൻ സൈക്കോളജി ആണോ? സോഷ്യൽ സൈക്കോളജി ആണോ? അബ്നോർമൽ സൈക്കോളജി ആണോ? ആരും മറക്കത്തില്ല, എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബേസിക് ആയിട്ടുള്ള സൈക്കോളജി ക്വസ്റ്റൻ ആണ്. ആദ്യം നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇത് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി? മെന്റൽ റിട്ടാർഡേഷൻ, ഡിസ്ലെക്സിയ, ഓട്ടിസം, ADHD. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റിയുടെ പേരൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ? B.Ed കാലത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ഡിസ്ലെക്സിയയും ഡിസ്ഗ്രാഫിയയും ഡിസ്പ്രാക്സിയും ഒക്കെ പഠിക്കുന്നല്ലേ? യെസ്, അതിൽ ഒരെണ്ണം അതിനകത്തുള്ളൂ, ഡിസ്ലെക്സിയ ആണ്. ഓരോന്നും എന്താണെന്നും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യൻ ആയിട്ട് ആവർത്തിച്ച് വരുന്ന മേഖല തന്നെയാണ്. ദ കോൺസെപ്റ്റ് ഓഫ് മാസ്റ്ററി ലേണിംഗ് വാസ് പ്രപ്പോസ്ഡ് ബൈ. മാസ്റ്ററി ലേണിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ട? എഡ്ഗാർ ഡെയ്ൽ ആണോ? ബെഞ്ചമിൻ എസ് ബ്ലൂം ആണോ? ഡൊണാൾഡോ ഹെബ് ആണോ? ഡേവിഡ് കോൾബ് ആണോ? മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ട ആശയമാണ്? അത് ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ആശയമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓർത്തിരിക്കണം, ചില ആൾക്കാരുടെ പേരിനൊപ്പം അവരുടെ കൺസെപ്റ്റ് കൂടി ഓർത്തിരുന്നാൽ ഏത് കാലത്തും എല്ലാ എക്സാമിലും ആവർത്തിച്ച് ചോദിക്കുന്ന സൈക്കോളജി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഹു അമംഗ് ദ ഫോളോവിംഗ് ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ്? ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ആരാണ്? ഗാർഡ്നർ ആണോ? വെസ്റ്റ്ലർ ആണോ? പീറ്റർ സെലോവ ആണോ? ആൽഫ്രഡ് ബിനറ്റ് ആണോ? ബിനറ്റിനെ അറിയാത്ത ആരാ ഉള്ളേ? ആരുമില്ല. നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുകയാണ്. ആൽഫ്രഡ് ബിനറ്റ് ആണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കേണ്ട കാര്യമില്ല. വൺസ് ക്ലാസ്സിലൂടെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെ പോയിന്റ് ചെയ്തുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓഫ് ദ ഗിവൺ സെറ്റ്, വിച്ച് വൺ ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി? അനലൈസിങ്, നോവിങ്, ഇവാലുവേറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്. ഇതിൽ ഏതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി ആയിട്ട് വരുന്നത്? സൈക്കോളജി വീണ്ടും ഇവാലുവേറ്റിംഗ് ആണല്ലേ? സൈക്കോളജി മാത്രം പറയാൻ പറ്റില്ല, അത് പെഡഗോഗിയുടെ കൂടി ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു മേഖലയാണ്. അടുത്തത്, ആൻ ഒബ്സർവേഷണൽ മെത്തേഡ് യൂസ്ഡ് ഫ്രീക്വന്റ്ലി ഇൻ ലേണിംഗ് സെറ്റിംഗ്സ് ഇൻ വിച്ച് ദ ഒബ്സർവർ സമ്മറൈസസ് എ സിംഗിൾ ഡെവലപ്മെന്റൽ ഇൻസിഡന്റ് ആഫ്റ്റർ ദ ഇവന്റ് ഹാസ് ഒക്കേർഡ്. ഒരൊറ്റ സിംഗിൾ ഡെവലപ്മെന്റൽ ഇൻസിഡന്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യുമുലേറ്റീവ് ആണോ, അനക്ഡോട്ടൽ ആണോ, പോർട്ട്ഫോളിയോ ആണോ, അറ്റൻഡൻസ് റെക്കോർഡാണോ? തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. ക്യുമുലേറ്റീവ് അനക്ഡോട്ടലും തമ്മിൽ മാറിപ്പോരുത്. അനക്ഡോട്ടൽ ആണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന അക്കാഡമിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഡെവലപ്മെന്റ് കാണിക്കാണ്ട് അവർ തന്നെ സൂക്ഷിച്ചൊക്കെ വെക്കുന്ന കാര്യങ്ങളാണ്. അറ്റൻഡൻസ് റെക്കോർഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്, പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ 16 എണ്ണത്തിൽ, കഴിഞ്ഞ ക്വസ്റ്റ്യനുകൾ വരെ 16 എണ്ണത്തിൽ എത്ര എണ്ണം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് നിങ്ങൾ വിലയിരുത്തൂ. നിങ്ങളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാം. നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. മെജോറിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എ റിവ്യൂ ഓഫ് NPE, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986. പ്രോഗ്രാം ഓഫ് ആക്ഷൻ വാസ് ഡൺ ബൈ. പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരായിരുന്നു? എസ്പാൽ കമ്മിറ്റി ആണോ? ഹാൻസ മേത്ത കമ്മിറ്റി, രാമമൂർത്തി കമ്മിറ്റി, നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചിങ്. ഏതായിരുന്നു പ്രോഗ്രാം ഓഫ് ആക്ഷൻ? രാമമൂർത്തി കമ്മീഷനാണ്. രാമമൂർത്തി കമ്മീഷനാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 7 ക്വസ്റ്റ്യൻസ് മൊത്തം. അതിൽ എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തൂ. വിച്ച് എഡ്യൂക്കേഷണൽ കമ്മീഷൻ റെക്കമെൻഡ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡയറ്റ്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഇതിങ്ങനെ ഓർഡറിലൊന്നും അല്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് മിക്സ് ആയിട്ടാണ്. ഞാൻ ഓരോ മേഖലയും തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എത്ര ക്വസ്റ്റ്യൻ വരെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും എത്ര എണ്ണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നിങ്ങൾ ഓരോരുത്തരും എണ്ണി വെക്കാൻ ശ്രമിക്കുക, മുഴുവൻ കാണാനും ശ്രമിക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും ഈ വീഡിയോ. അപ്പൊ ആരാണ് ഡയറ്റ് സ്ഥാപിക്കാനായിട്ട്? ഏത് കമ്മീഷനാണ്?
ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണോ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണോ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണോ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണോ, ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് ഡയറ്റിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് നമുക്ക് വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് NCTE? NCTയുടെ ഫുൾ ഫോം എന്താ? നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ്. ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ബോത്ത് ഇൻ ടേംസ് ഓഫ് പോളിസി ആൻഡ് പ്ലാനിംഗ് to achieve planned and coordinated development of the teacher education system throughout the country, conduction and promotion of educational research, center of guidance for educational institutions and schools of district. വായിക്കുമ്പോൾ തന്നെ ഉണ്ട് ഓപ്ഷൻ ബി, ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഡെവലപ്മെന്റും പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അത് നിലനിൽക്കുന്നത് NCTE. അപ്പൊ ഇത്തരത്തിൽ കമ്മീഷനുകളും റിപ്പോർട്ടുകളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അതിനെ സംബന്ധിക്കുന്ന 7 ചോദ്യങ്ങളാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എത്ര എണ്ണം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് നോക്കൂ. കണ്ടോ, വർഷമില്ലാതെ ഒരു കളി നടക്കൂല. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, UGC, NCTE, NAC, അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇതെല്ലാം പാസ്സായ വർഷം അല്ലെങ്കിൽ ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ആയ വർഷം ലിസ്റ്റ് 2-ൽ കിടക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ള ഓർഡർ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. പഠിച്ചേ പറ്റൂ. അപ്പൊ ഇയറുകൾ പഠിച്ചേ പറ്റുള്ളൂ. ഓരോന്ന് പ്രധാനപ്പെട്ട ഇയറുകളും പഠിച്ചോ. ഓരോന്നും ഡയറക്റ്റ് വേണം ചോദിക്കാം. ഇവിടെ ഏതാ? MHRD എന്ന് പറയുന്ന 1985, ദെൻ UGC എന്ന് പറയുന്നത് 1956. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് UGC. ആ ആദ്യം വന്നതെന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് B4 ആണെന്ന് കിട്ടും. അപ്പൊ ഈ 2 ഓപ്ഷൻസ് അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നു. NCTയുടെ വർഷം എന്ന് പറയുന്നത് 1995 ആണ്, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. NAC വന്നിരിക്കുന്നത് 1994 അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇയറുകളാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ MHRD 85-ലും 56-ലാണ് UGC വന്നതെന്നും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ എഴുതാൻ പറ്റും. ഇനി അങ്ങോട്ട് മറക്കരുത്. NCTE 95-ലും അതുപോലെ തന്നെ നമ്മുടെ NAC എന്ന് പറയുന്നത് 94-ലുമാണ്. വർഷങ്ങൾ ഓർത്തിരിക്കാം. ദ ഏജൻസി വിച്ച് ഫൗണ്ട് SCOVE, അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ SCOVE എന്ന് പറയുന്നത്. അത് ആരാണ്, ഏത് ഏജൻസിയാണ്? ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സാധനമാണ്. UGC, CSIR, NCERT, ICSSR. ഇതിൽ UGC ആണത് ഫൗണ്ട് ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ A ആണ്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. അടുത്ത്, ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഏരിയ ഓഫ് ട്രെയിനിങ് എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്? NCERT, NCTE, NIEPA, SIE. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ട്രെയിനിങ് എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആ വാക്കതിനകത്ത് കിടപ്പുണ്ട്. NCERT ആണോ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്? NCTE ആണോ, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ? NIEPA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അത് വന്നിട്ടില്ലേ? ഓപ്ഷൻ C ആണ്. സ്റ്റേറ്റ് ലെവലിലും ഇതുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ കമ്മീഷന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വന്ന 7 ക്വസ്റ്റ്യൻസ്. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക, നിങ്ങൾ തന്നെ കണ്ടെത്തുക. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഏരിയ ആണ്. കമ്പ്യൂട്ടർ അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സിലബസ് വളരെ വിശദമായ സിലബസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ളതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള നോളജ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുക. LCDയുടെ ഫുൾ ഫോം എന്താണ്? LCDയുടെ ഫുൾ ഫോം എന്താണ്? LCDയുടെ ലൈറ്റ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണോ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണോ, ലേണിംഗ് കമ്പ്യൂട്ടർ ഡിസ്കോഴ്സ് ആണോ, ലൈറ്റ് കോമ്പാക്ട് ഡിസ്പ്ലേ ആണോ? ഇത് LCD പ്ലെയറുകൾ, LCD TV ഒക്കെ സ്കൂളുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി സയൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, അവർ പഠിക്കുന്നതാണ് തിയറിയിൽ. സയൻസിന്റെ ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ ഇത് ടെക്നോളജി ഭാഗത്തുള്ള ക്വസ്റ്റൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക. 12 ക്വസ്റ്റ്യൻ ആട്ടോ ടെക്നോളജിയുടെ ഭാഗത്തുനിന്നും കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്തുനിന്നും മൊത്തത്തിൽ 12 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം എഴുതാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കൂ. JPG ഫയൽ എന്തിനെ സ്റ്റോർ ചെയ്യാനാണ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളവരാ. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഇന്ന ഫോർമാറ്റിൽ തന്നെ വേണം എന്നൊക്കെ പറയാറുണ്ടല്ലേ ചില ആപ്ലിക്കേഷന്റെ സമയത്തൊക്കെ. ഓഡിയോ ആണോ, വീഡിയോ ആണോ, ടെക്സ്റ്റ് ആണോ, ഇമേജ് ആണോ, ഏതാ? JPG എന്ന് പറയുന്ന സംശയമൊന്നും വേണ്ട. ഇമേജ് ഡേറ്റ ആണ്. JPEG എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് വായിക്കാറുണ്ട്. JPG ഫോർമാറ്റിൽ ഇമേജ് ഡേറ്റ. An interactive computer application for organization, analysis and storage of data in tabular form is PowerPoint, spreadsheet, worksheet, Excel. Computer application for organization, analysis and storage of data in tabular form. Tabular form എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്പ്രെഡ്ഷീറ്റ് ആണ് അവിടുത്തെ ആൻസർ ആയിട്ട്
വരുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു സെർച്ച് ആൻഡ് ബ്രൗസ് ഓൾ ഹോസ്റ്റഡ് കണ്ടന്റ് wherein a person can easily access the desired material including audios, videos and textual materials. ഈ കണ്ടന്റ് പോർട്ടൽ ആണോ, വെബ് ബ്രൗസേഴ്സ് ആണോ, URL ആണോ, സെർച്ച് എഞ്ചിൻ ആണോ? ഫെസിലിറ്റി ടു സെർച്ച് ആൻഡ് ബ്രൗസ് ഓൾ ഹോസ്റ്റഡ് കണ്ടന്റ് ഏതാണത്? ഈ കണ്ടന്റ് പോർട്ടൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരും, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിലെ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ആവർത്തിക്കുന്ന മേഖലകളുണ്ട്, അതിനെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് സിലബസിനോട് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റിന്റെ കോഴ്സിൽ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനത്തെ പ്രധാനപ്പെട്ട ഏരിയാസ്. എ വെബ് പേജ് അഡ്രസ് ഈസ് യൂഷ്വലി നോൺ ആസ്, ഇതെല്ലാം സിലബസിൽ വരുന്ന പോയിന്റിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. ഡിക്ഷണറി, പ്രോട്ടോകോൾ, URL, ഡൊമൈൻ. വെബ് പേജ് അഡ്രസ് നമുക്കറിയാമല്ലോ, ആ URL ഇങ്ങനെ പറയാനല്ലേ പറയുന്നത് തന്നെ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. URL ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇച്ചിരി പാടാ, ഇച്ചിരി നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, കട്ടി ക്വസ്റ്റ്യൻ. VSAT VSAT network signal are sent from the hub in specific time slots through a method called TDM. TDM stand for total division multiplication, time division multiplication, time division multiplexing, time division modulation. ഇവിടെ ടൈം എന്നൊരു വേർഡ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ടൈം ആണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷേ അതിൽ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ല, മോഡുലേഷൻ അല്ല, മൾട്ടിപ്ലക്സിംഗ് ആണ്. മൾട്ടിപ്ലക്സിംഗ് ആണ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. ഇച്ചിരി പാടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റൻ ഉറപ്പായിട്ട് വരും. 120 വേണ്ടതേ നമുക്ക്. 120 നമുക്കൊരു 60+ സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ ആയില്ലേ. 60+ സ്കോർ ചെയ്ത് 60 വേണ്ട, ഒരു 70 വരെയൊക്കെ പോകാൻ അത്ര നല്ല, നിങ്ങൾ സേഫ് സോണിലേക്ക് പിടിക്കാൻ പറ്റും അല്ലേ. ഞാൻ പറഞ്ഞു 115 മാർക്കാണ് ടോട്ടൽ വരേണ്ടത്. അതിൽ 48 നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് കിട്ടിയുള്ളെങ്കിൽ 115 - 48 ചെയ്ത് നോക്കുക. എത്ര കിട്ടും നിങ്ങൾക്ക്? എത്ര കിട്ടും? നിങ്ങൾക്കൊരു 67 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാ ജനറൽ പേപ്പറിൽ നിന്ന് തന്നെ. കാരണം മറ്റേതിന്റെ കറക്റ്റ് മാർക്കേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കടന്നുകൂടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 67 മതി 107. ബാക്കി ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലും കുറച്ച് ടൈറ്റ് വന്നാലും ബുദ്ധിമുട്ടില്ല. ഇതിങ്ങനെ കുറച്ച് ടാസ്ക് ക്വസ്റ്റ്യൻസ് വരും, അതിൽ സംശയമൊന്നുമില്ല, എല്ലായ്പ്പോഴും വരുന്നതാണ്. അങ്ങനെ നമുക്ക് അത്രയും ഡെപ്തിലോട്ട് കയറി ചിലപ്പോൾ പഠിക്കാനും പറ്റില്ല, കാരണം ഇത്രയും വലിയ സിലബസ് ആണ് എന്നുള്ളതുകൊണ്ട്. അതിൽ കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വീഡിയോ കോൺഫറൻസിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വീഡിയോ കോൺഫറൻസിംഗിൽ വിഷ്വൽ 1 വേ ആണോ, ഓഡിയോ വിഷ്വൽ 1 വേ ആണോ, ഓഡിയോ വിഷ്വൽ 2 വേ ആണോ, വിഷ്വൽ 2 വേ ആണോ? സിമ്പിൾ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അതെ, ഓഡിയോ വിഷ്വൽ 2 വേ ആണ്. രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വാട്സപ്പ് ചാറ്റിൽ തന്നെ നമുക്ക് എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതിൽ കാണാനും പറ്റും, സംസാരിക്കാനും പറ്റും. അത് തന്നെയാണ് 2 വേ ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു എ പ്രൊജക്റ്റഡ് എയ്ഡ്? ഓവർഹെഡ് പ്രൊജക്ടർ, ബ്ലാക്ക് ബോർഡ്, എപ്പീഡിയാസ്കോപ്പ്, സ്ലൈഡ് പ്രൊജക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ BEd കാലഘട്ടത്തിൽ പഠിക്കുന്നവരാണ്. അതിൽ ബ്ലാക്ക് ബോർഡ് വരുന്നില്ല, ബാക്കിയെല്ലാം പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ദ റൈറ്റ് ഓർഡർ ഓഫ് എലമെന്റ്സ് ഇൻ എ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഈസ്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഐഡിയ, സെൻഡർ, എൻകോഡിംഗ്, കമ്മ്യൂണിക്കേഷൻ ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്. പിന്നെ അതിന്റെ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഏതാണ് ആദ്യം വരുന്നത്? തീർച്ചയായിട്ടും അത് സെൻഡർ ഉണ്ട് ആദ്യം അല്ലെ. സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആദ്യം ഒരു സെൻഡർ ഉണ്ട്, ഐഡിയ ഉണ്ട്. ആ ഐഡിയനെ എൻകോഡ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ റിസീവറിലെത്തി ഡീകോഡ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഇതാണ് അതിന്റെ ഓർഡർ. ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഒന്ന് ശ്രദ്ധിച്ചു ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതും. ഡാഷ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്രോപ്രിയേറ്റ് ജെസ്റ്റേഴ്സ്, സ്പീച്ച് മോഡുലേഷൻ, ചാമിങ് പേഴ്സണാലിറ്റി, ഗുഡ് നോളജ് ഓഫ് ദ കണ്ടന്റ്. അതായത് ഡാഷ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വേണ്ട ഏതാണ്? വേണ്ടാത്തത്, ഇതിൽ നിർബന്ധം അല്ലാത്ത ഏതാ? തീർച്ചയായിട്ടും വായിക്കുമ്പോൾ കിട്ടും. ചാമിങ് പേഴ്സണാലിറ്റി എന്നുള്ളതാണോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ? മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഇവിടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഫോർട്രാൻ, FORTRAN, വാട്ട് ഈസ് ദാറ്റ്? സോഫ്റ്റ്വെയർ ആണോ, ഹാർഡ്വെയർ ആണോ, കമ്പനി ആണോ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? ഇച്ചിരി പാടാണല്ലേ, പക്ഷെ ഇനിയാണല്ലോ ഓർത്തിരിക്കാമല്ലോ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ, അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഓർത്തിരിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ടെക്നോളജി എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആ മേഖലയിൽ പരിചയമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രധാനപ്പെട്ട ഏരിയ, സിലബസിലുള്ള ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LAN? ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡന്റ് ഇന്റർഫേസസ്, അൺലിമിറ്റഡ് എക്സ്പാൻഷൻ, ലോ കോസ്റ്റ് ആക്സസ് ഫോർ ബാൻഡ്വിഡ്ത്ത് ചാനൽസ്, നൺ ഓഫ് ദി അബോവ്. ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാനിന്റെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏതാ? ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡന്റ് ഇന്റർഫേസസിനെയാണ് LAN എന്നുള്ളതുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നു. ടെക്നോളജി പഠിച്ചേ പറ്റൂ അങ്ങനത്തെ ആൻസർ ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് അടിക്കുക, അല്ലെങ്കിൽ എഴുതി ഒന്ന് ട്രൈ നോക്കുക. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല.
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇത്രയായിരുന്നു 12 ക്വസ്റ്റ്യൻസ് ടെക്നോളജിയുടെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇത് ഇവാലുവേഷൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവാലുവേഷൻ അതുപോലെ തന്നെ നമ്മൾ അസസ്മെന്റ് ഇവാലുവേഷൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. പക്ഷേ സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ ദാറ്റ് അലോസ് ദ ഇവാലുവേറ്റർ ടു കൺവേർട്ട് ദ ഔട്ട്കം ഓഫ് എ സ്റ്റുഡൻസ് ടെസ്റ്റ് ഓർ അസൈൻമെന്റ്സ് ടു എ ഗ്രേഡ് ആൻഡ് അഡ്ജസ്റ്റ് ദാറ്റ് ഫൈനൽ ഗ്രേഡ് ഇൻ റിലേഷൻ ടു ദ ഗ്രേഡ് ഫ്രം അതർ സ്റ്റുഡൻസ് ഇൻ ദ കോഴ്സ് ഈസ്. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പെർസെന്റ് ഗ്രേഡിംഗ് ആണോ, പെർസെന്റേജ് ആണോ, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണോ, നോം റെഫറൻസ് ഗ്രേഡിംഗ് ആണോ, റിലേറ്റീവ് ഗ്രേഡിംഗ് ആണോ, ഏത് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്ന മേഖലയാണ്. ഇവിടെ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യല്ലേ, റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ, നേരെ ഓപ്പോസിറ്റ്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ശരിയാക്കാൻ പറ്റും. ഇത് ഈ മേഖലയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ആണ് റിസർച്ചുമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എത്ര എണ്ണം എഴുതാൻ പറ്റുമെന്ന് നോക്കിയോ? റിസർച്ച് സിലബസിൽ എടുത്തു പറയുന്ന the research study method involving in-depth and detailed examination of a subject of study as well as its related contextual conditions is historical research, case study research, survey research, experimental research. ഏതാണ്? ഡെപ്ത്, in-depth and detailed examination ഏതാണത്? കേസ് സ്റ്റഡി റിസർച്ച് ആണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാക്കാൻ കേസ് സ്റ്റഡി ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ശരിയാക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. A researcher select a probability sample of 100 out of the total population. It is cluster sampling, random sampling, stratified sampling, systematic sampling. സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റാൻഡം സാമ്പിളിംഗിന്റെ എക്സാമ്പിൾ ആണ് ഒരു പ്രോബബിലിറ്റി സാമ്പിൾ ഓഫ് 100 ഔട്ട് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുന്നത് റാൻഡം സാമ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. എ ഗുഡ് ഹൈപ്പോത്തിസിസ് ഷുഡ് ബി പ്രിസൈസ്, സ്പെസിഫിക് ആൻഡ് കൺസിസ്റ്റന്റ് വിത്ത് മോസ്റ്റ് നോൺ ഫാക്ട്സ്, ഫോർമുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ദ ഡേറ്റ, ഓഫ് limited scope and should not have global significances. All of these. A good hypothesis should be all of this. എല്ലാം ഉണ്ടായിരിക്കണം. ഈ ക്വാളിറ്റി എല്ലാം നല്ല ഹൈപ്പോത്തിസിന് ഉണ്ടാവേണ്ടതാണ്. ഹൈപ്പോത്തിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോത്തിസിനെ കുറിച്ചുള്ള ടൈപ്പും നല്ല ഹൈപ്പോത്തിസ് ഉള്ള കാര്യങ്ങളും ഒക്കെ സിലബസിൽ നമ്മൾ എടുത്തു പറയുന്ന പ്രാധാന്യത്തോട് പഠിക്കണം റിസർച്ചിന്റെ ടോപ്പിക്കിൽ നിന്ന്. An example of negative correlation. An increase in population will lead to a shortage of good grains. Poor intelligence means poor achievement in school. Negative correlation example ആട്ടോ ചോദിച്ചിരിക്കുന്നത്. Corruption in India is increasing. Poor working condition retards output. Negative correlation example അവിടുത്തെ ഓപ്ഷൻ എ ആണ്. Increase in population will lead to the shortage of food grains. ഒരെണ്ണം മറ്റേനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റിൽ വന്നിരിക്കുന്നത്. മറ്റൊരു ചോദ്യം ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും വേണമെങ്കിൽ സോഷ്യലിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ 60 ക്വസ്റ്റ്യനിൽ 58 നമ്മൾ എടുത്തത്. ശരിക്കും ഒരു 57 വരുള്ളൂ. അതിൽ ഇതുകൂടി ആർട്ടിക്കിൾ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയതാണ്. അല്ലാതെ പക്ഷെ 3 ക്വസ്റ്റ്യൻ നമ്മുടെ സോഷ്യലിന്റെ ഭാഗമായിട്ട് GK ഭാഗമായിട്ടൊക്കെ ഇതിനകത്തേക്ക് കയറി വന്നിരിക്കുന്നതാണ്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ്? 28, 30, 21, 29(1), 28(1). ഏത് ആർട്ടിക്കിളാണ്? ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21(1) എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുമ്പിലേക്ക് 58 ചോദ്യങ്ങൾ, 60 ആണ് വരേണ്ടത്, 2 എണ്ണം സോഷ്യലിൽ വരും. അത് കാവ്യ മിസ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ആ 58 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര എണ്ണം സ്കോർ ചെയ്യാൻ പറ്റി? ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കട്ട് ഓഫ് എങ്ങനെയാ? ജനറൽ പേപ്പറിന് 40%, അതായത് 48 മാർക്ക്. ദെൻ സബ്ജക്ട് പേപ്പറിന് 40%, അതിന് 48 മാർക്ക്. പക്ഷെ ഓവറോള് 240, 240 നിങ്ങൾക്ക് 48% വേണം. 115 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ സബ്ജക്ട് പേപ്പറിൽ ഒരു 50 സ്കോർ ചെയ്താൽ ജനറൽ പേപ്പറിൽ വേണം ബാക്കി സ്കോർ ചെയ്യാനായിട്ട് 70 അടുത്ത് സ്കോർ ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് കൂട്ടിയിട്ട് അങ്ങ് പറഞ്ഞതാ. 70-50 ആവട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഈ 120 ക്വസ്റ്റ്യനിൽ 50 എണ്ണം പോയാലും നിങ്ങൾക്ക് എത്രയുണ്ട്? 70 എണ്ണം സ്കോർ ചെയ്യാമല്ലോ. പിന്നെ അപ്പുറത്തെ മിനിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ഓഫ് കടന്നില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണേ? അതിനുള്ള എൻട്രിയിലുണ്ട്. എൻട്രിയിൽ അതിനുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സബ്ജക്ട് പേപ്പറും ജനറൽ പേപ്പറും ഉഷാറായിട്ട് പഠിക്കുക. ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സെറ്റിന്റെ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈസ്കൂൾ ലെവൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇനി അങ്ങോട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നടപ്പിലാകുന്നതോടുകൂടി 2030 ആകുമ്പോൾ ഉറപ്പായിട്ടും ആ രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ സെറ്റാക്കിക്കോ, ഉഷാറാക്കിക്കോ. എൻട്രി പുതുക്കിയ ഫേസുമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് സെറ്റിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങളുടെ കൂടെ എൻട്രി ത്രൂ ഔട്ട് അങ്ങോട്ട് ഉണ്ടാവും.
ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് എൻട്രിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. ഇനിയും അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അടുത്ത ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാട്ടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ വരും. സയൻസിന്റെ വീഡിയോസുമായിട്ട് ഞാനും വീണ്ടും വരുന്നതായിരിക്കും. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇനി കടക്കുന്നു. പൂർണ്ണ രൂപ ആപ്പിലായിരിക്കും ലഭ്യമാവുക. സോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.